കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗീയ പിതാവാ ദൈവം വലിയ അവസരങ്ങൾ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, നന്ദിയോട് മഹത്വപ്പെടുത്തുകയാണ്. ഈ യൂട്യൂബ് വീഡിയോയിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും ഏറ്റവും വിടുതലും ശാന്തിയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 34 അധ്യായത്തിൻ്റെ 6-7 വാക്യം. ഇവിടെ ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിച്ചു. 7 വാക്യം. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് അനുഗ്രഹമായി മാറുവാനിടയായിത്തീരും. ദാവീദ് അബീമേലെക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്യുന്ന ഒരനുഭവമാണ്. ഇവിടെ പല ശത്രുവിനെയും കണ്ട് ഭയന്ന് അവിടേക്ക് ഓടുമ്പോൾ ഒരു ബുദ്ധിഭ്രമം പിടിച്ച് ഹല്ലേലൂയ എന്താണ് അവിടെ നിൽക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ സകല കഷ്ടതകളിൽ നിന്നും വിടുവിക്കുന്ന യഹോവയായ ദൈവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ദാവീദ് പറഞ്ഞിരിക്കുന്നു? ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. പ്രൈസ് ദി ലോർഡ്. ദാവീദിൻ്റെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ അവിടെ നിന്നുകൊണ്ട് യഹോവയായ ദൈവത്തോട് നിലവിളിക്കുകയാണ്. യഹോവയായ ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കുമാറാകണമേ. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം ദാവീദിൻ്റെ നിലവിളി കേട്ടുവെങ്കിൽ ഇന്നും നമ്മുടെയും ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ യഹോവയായ ദൈവം നിലവിളി കേട്ട് മറുപടി തരുന്ന ഒരു കർത്താവായ ദൈവമാണ്. അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. അപ്പോൾ യഹോവയായ ദൈവം ദാവീദിൻ്റെ ജീവിതത്തിൽ പലവിധമാകുന്ന രീതിയിൽ അവൻ്റെ പ്രാണനെ വേട്ടയാടുവാൻ തക്കവണ്ണം ശത്രു നോക്കിയിട്ടുണ്ട്, അവനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവനെ നോക്കിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ പലവിധമായ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയപ്പോൾ യഹോവയായ ദൈവം ഹല്ലേലൂയ ദാവീദിനെ രക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവയായ ദൈവമേ, എന്നെ രക്ഷിക്കുമാറാകണമേ. യഹോവയായ ദൈവം ദാവീദിനെ രക്ഷിച്ചുവെങ്കിൽ നമ്മെയും രക്ഷിക്കുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് പലവിധമായ മരണകരമായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. രോഗങ്ങൾ, മാരകമാകുന്ന രീതിയിലുള്ളതായ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ അവിടെയൊക്കെയും മരണം ജീവിതത്തിനകത്ത് വെല്ലുവിളിക്കുമ്പോൾ ഹല്ലേലൂയ ആ വെല്ലുവിളിയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു യഹോവയായ ദൈവം അത് നമ്മുടെ കർത്താവായ ദൈവമാണ്. ആ കർത്താവ് ഹല്ലേലൂയ വിടുവിക്കുന്ന ദൈവം, സകല കഷ്ടതകളിൽ നിന്നും ഹല്ലേലൂയ നമ്മെ കരകയറ്റുന്ന ഒരു കർത്താവാ ദൈവം. ആ കർത്താവാ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. അവൻ ഹല്ലേലൂയ രക്ഷിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അതിൻ്റെ 7 വാക്യം പറയുന്നു, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്നു. അപ്പോൾ കഷ്ടതകളിൽ കിടക്കുവാൻ സ്വർഗീയ പിതാവാ ദൈവം ഒരിക്കലും അനുവദിക്കയില്ല. തൻ്റെ ഭക്തന്മാർ എവിടെ നിലവിളി ഉയരുന്നുവോ അവിടെ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് കാവലായി നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇവിടെ ദാവീദിൻ്റെ 4 ചുറ്റും ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങിയെങ്കിൽ ദൈവ പൈതലേ, നീ കഷ്ടത അനുഭവിക്കുന്നുവെങ്കിൽ, നരകിക്ക
അനുഭവിക്കുന്ന വേദനകൾ നീ അനുഭവിക്കുന്നുവെങ്കിൽ, ഓ ഹല്ലേലൂയ, ഒരു ശത്രുവിൻ്റെ കരത്തിലും നിന്നെ ഏൽപ്പിക്കാതെ, ഓ ദൈവത്തിൻ്റെ ദൂതൻ നാലും ചുറ്റും ഇറങ്ങി നിന്നെ സംരക്ഷണം ചെയ്ത് നിന്നെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം സ്വർഗീയ പിതാവായ ദൈവം മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇവിടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്ന. അപ്പോൾ യഹോവയായ ദൈവം വിടുവിക്കുന്ന യഹോവയായ ദൈവമാണ്. ആരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവായ ദൈവമല്ല. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ദൈവ പൈതല് നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും രക്ഷിക്കുന്ന ഒരു കർത്താവായ ദൈവം, കാവൽ നിൽക്കുന്ന ഒരു കർത്താവായ ദൈവം, സംരക്ഷണം നൽകുന്ന ഒരു കർത്താവായ ദൈവം. അതുകൊണ്ട് ദാവീദ് പറയുന്നത് പോലെ, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടോ. ഇന്നും നമുക്ക് പറയാം, താഴ്മയോട് പറയാം, യഹോവയായ ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കുമാറാകണമേ, എനിക്ക് മറുപടി തരുമാറാകണമേ. ആപത്തുകളും വിപത്തുകളും പലതും എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സ്വർഗീയ പിതാവാ ദൈവമേ, എന്നെ രക്ഷിക്കുമാറാകണമേ. ശത്രുവിൻ്റെ കരങ്ങളിൽ എന്നെ ഏൽപ്പിക്കരുത്. ദൂതൻ അത് ദാവീദിന് ചുറ്റും പാളയമിറങ്ങിയതുപോലെ യഹോവയായ ദൈവമേ, ദൂതനെ ഇറക്കുമാറാകണമേ, വിടുവിക്കുമാറാകണമേ എന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവായ ദൈവം വിടുവിക്കുവാൻ സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഈ ദൈവിക വചനം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഈ തിരുവചനങ്ങളാൽ കർത്താവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം.